മക്കയിലും മദീനയിലും വരും ദിവസങ്ങളിലും അതിശക്തമായ ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹജ്ജിന് ശേഷം മദീന സന്ദർശനത്തിനായി പുറപ്പെടുന്ന തീർത്ഥാടകർ ജാഗ്രത പാലിക്കണം. ഉച്ചസമയങ്ങൾ ഒഴിവാക്കി സഞ്ചാരം ക്രമീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധരും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അതികഠിനമായ ചൂടിൽ തളർന്നു വീഴുന്നവരുടെയും സൂര്യാഘാതമേൽക്കുന്നവരുടെയും എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ്. ശരീരത്തിലെ നിർജ്ജലീകരണമാണ് പ്രധാന കാരണം. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഹാജിമാർക്ക് ശീലമില്ലാത്ത ഈ കഠിന ചൂടിൽ മുൻകരുതലുകൾ മാത്രമാണ് പരിഹാരം. മക്കയെ പോലെ തന്നെ മദീനയിലും ശക്തമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജിമാരിൽ പലരും വരും ദിവസങ്ങളിൽ മദീന സന്ദർശനത്തിനായി പുറപ്പെടും. 8 ദിവസം മദീനയിൽ തങ്ങിയ ശേഷം നാട്ടിലേക്ക് മടങ്ങും വിധമാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ മദീനയിലെ ചരിത്ര സ്ഥലങ്ങളിൽ തീർത്ഥാടകർ സന്ദർശനം നടത്തും. എന്നാൽ ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം. നിർജ്ജലീകരണം തടയുന്ന പഴങ്ങൾ പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കുടയും പാദരക്ഷയും ഉപയോഗിക്കാതെ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുത്. ഹറമിലേക്കും മറ്റും പോകുന്നവർ ഉച്ചസമയങ്ങൾ ഒഴിവാക്കും വിധം സഞ്ചാരം ക്രമീകരിക്കണം. ഛർദി, തലവേദന, ശക്തമായ തുമ്മൽ എന്നിവ ചൂട് സമ്മർദ്ദത്തിന്റെയും സൂര്യാഘാതത്തിന്റെയും ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങളുള്ളവർ ഉടൻ ചികിത്സ തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക.